റൗണ്ട് ഓഫ് 3 ആണോ? ആരൊക്കെ ടീം? ഇതെന്താ ഇന്ത്യ കിട്ടാത്ത ഇരിക്കാനുള്ളൊരു പൂജ്യം. ആരൊക്കെ ടീം? ജോസ് പഴയ ടീമല്ലേ, യുദ്ധം ഉണ്ടായ ടീം. ഓഫാണ്ട് കണ്ടേക്ക തന്നെ രണ്ട് ഞാൻ എങ്ങനെ പിടിക്കും? എന്തോ കാട്ടി അതിന്റെ കൂടെ എന്തോ കാട്ടി കുട്ടിക്ക് മെസ്സേജ് എന്റെ ഒരു ഇടങ്ങേറ് ഞാൻ ആലോചിക്കണം. ഒന്നുമില്ലടാ, ക്യാമറയാണോ ഫ്ലാഷ് ആണോ? ഫ്ലാഷാടാ. ക്യാമറ ഫ്ലാഷാ. ഒന്ന് ഇൻവൈറ്റ് ചെയ്യടാ. നോക്കി എന്താ ഞാൻ ടീമായല്ലോ ഓൾറെഡി. പിന്നെന്താ നമ്മളേതാ റൂമ് നമുക്ക് മതി. ഇല്ല, അതിന് ആദ്യം മണി പറ്റൂലായിരുന്നു. നിങ്ങൾ അത് വിട്, ചിക്കൻ പീസ് വിട്, അല്ലാതെ നിങ്ങൾ ആരപ്പാ നിക്കണേ? എന്നാ ഇട്. ചാലഞ്ചല്ലേ ചിക്കൻ പീസ് ഇല്ല ചാലഞ്ച് ഞങ്ങളില്ല. ചിക്കൻ പീസിന് ചാലഞ്ച് ഞാൻ ഒറ്റ എന്റെ ഇഷ്ടം പറഞ്ഞോ. വേണ്ട, ഞങ്ങളെ ഇട്ടാ. നിങ്ങളെ ഏതേ ഒന്ന് വിളിച്ചോ. ഏടാ നിങ്ങളെ ഏതോ ഒന്ന് പറ. ഈ വേണേ പറഞ്ഞോ. ഞാൻ പച്ച, ഈ നീല. പച്ച വേണോ നീല വേണോ? നീല. മണി ഈ നായ്ക്കളെ നിർത്തിക്കോ. എല്ലാ നായ്ക്കളെ കളിച്ചു ജയിക്കുക, അല്ലാണ്ട് ഇല്ല പേര് പറഞ്ഞിട്ടല്ല. മാനേജറാ പറഞ്ഞിട്ട്. ചെറിയൊരു മൈനസ് പോയിന്റ് ഉണ്ട്, അത് ശരിയാണ്. മാനേജർ ജയിക്കണം, പക്ഷെ നമ്മുടെ ടീം സെറ്റ് ആണ്. ആയിക്കോട്ടെ. എനിക്ക് മമ്മൂട്ടിന്റെ പേടി. എനിക്കും കളി തുടങ്ങുമ്പോ പോയിക്കോ. കുഞ്ഞുട്ടനും ശാലിക്കും കാട്ടി. എഴുതി വെച്ചോ. അല്ല, കളിയാ ടീമേഴ്സ് തമ്മിൽ പല തുടങ്ങി മാറ്റി പറയാ തുടങ്ങി. പക്ഷെ വിജയത്തിന് ഞങ്ങൾ മനസ്സിലായോ? അത് കുഴപ്പമില്ല, 3 ലെയർ ഉണ്ട്. ഓക്കെ, 10 തിരിച്ചിടണം. ഒരു 10 ഈ 10 ടൈമർ അത് കാണുന്നുണ്ട്. 6 മിനിറ്റ് വീഡിയോ. ഓ ഏതാ ടീം ഫ്ലാഷാ കാണണ്ടോ? തിരിക്കാണ്ട് ശാലിക്ക കീപ്പർ മാറ്റാ. മറ്റൊരു ടീം കാണിക്ക്. ഒരു മാറ്റിക്കണ മാറ്റാൻ പറ്റി. കുഴപ്പമില്ല. ഒരു പേരും ടീം എടോ കിടിലനടിയാ. അവിടെ തട്ടാരടിക്കുന്നു. മൂന്നാളോഫോ 3 പ്ലേയേഴ്സ് ആണ് അവിടെ. അടിച്ചാ മതി. അവിടെ തന്നെ അടിച്ചാൽ മതി. അവിടെ എല്ലാരും 3 ആൾ ഓഫ് അല്ല, അപ്പൊ എനിക്ക് അടിച്ചാൽ മതി എന്ന് പറഞ്ഞാ വേണ്ട. കുറച്ചൊക്കെ മാറ്റി കിട്ടോടിനടിതാ പോലെ ഗെയിം പ്ലേ. ആന്റെ ഒന്നും ഇല്ലല്ലോ.
ഞാൻ തട്ടി അടിച്ചില്ലേ കീപ്പർ തട്ടീന് ഞാൻ എന്താക്കാനാ കുഞ്ഞൂട്ടനാണ് എളം മുമ്പിൽ വന്നിക്കലടാ പാട്ടി ഇതൊന്ന് സ്റ്റെക്ക് കുടുങ്ങി ഇന്ത്യയിലെ ഒരു പ്രശ്നമില്ല ആരതോ കോള് വരുന്നുണ്ടല്ലോ ആരതേലോ കോള് വരുന്നുണ്ട് ആ സൗണ്ട് പോയത് ആരതാണോ ഓരയിലേക്കും കോള് വരുന്നുണ്ടാവും അടിക്കടാ അടിച്ചതാ ഓൻ സ്കേറ്റ് ചെയ്ത് അടിച്ചതാ എന്ത് ബാലൻസ് ചെയ്ത് കളി കുഞ്ഞിട്ടാ എടാ എടാ ഞാൻ എന്താ അടിച്ചിക്കണ് ശബരിയോട് ചോക്കില്ലേ എടാ ലാഗ് വന്നിട്ടടാ ഞാൻ കറക്റ്റ് അടിക്കില്ല ഇപ്പഴല്ല നേരത്തെ നല്ല ബോളാ നായ്ക്കളെ. എടാ എല്ലാം ഇന്ന പറയണത് ഞാൻ ഫൗൾ ചെയ്യൂല കളിയൊക്കെ അല്ല വൃത്തി കളിക്കണം ടീം വർക്ക് ശരിയല്ല കേട്ടോ നിങ്ങള് അടി അടിച്ചടാ എടാ അടിച്ചിക്കണേ പെനാൽറ്റി പെനാൽറ്റി അടിച്ചിക്കണോ അത് ഫസ്റ്റ് ഷോട്ട് അടിച്ചതാ എടാ ബോള് കിട്ടണ്ട മോനെ ബോൾ ഇറങ്ങണ്ടടാ അസിസ്റ്റ് മിസ്സായതാ കുഞ്ഞുട്ടരാ സിമ്പിൾ പെനാൽറ്റി ഈ ഒന്ന് പോടാ അവിടുന്ന് ഗോൾ അടിച്ചില്ല അവിടേക്ക് ഇന്റെ അറ്റംപ്റ്റ് ആണത് ഓപ്പൺ പോസ്റ്റ് ഗോളാവാത്ത ഇന്റെ പ്രശ്നം ഓരും പുറത്തേക്ക് അടിച്ചില്ലേ ഓരെന്താ പറയണ്ട അവിടെ ഓരും പുറത്തേക്ക് അടിച്ചില്ലേ ഇപ്പൊ കളിയിൽ അതൊക്കെ ഉണ്ടാവും മാനേജർ അറിയണ കളി എന്നോട് പറയണല്ലേ ഈ ചെയ്യണ് ഞാൻ നിങ്ങളെ കളി വാച്ച് ചെയ്യട്ടെ നിങ്ങൾ എന്താ കളിക്കണ നോക്കട്ടെ എന്താ ശാലിക്ക് വാച്ച് എന്താ ഞാൻ അടിച്ചിക്ക് മറ്റേ സാധനം ഏതാ നീല കളർ ഏതാ എന്താ ഇത്ര ഓപ്പൺ ആയിട്ട് കാണുന്നില്ലേ ഞാൻ ഇവിടെ കളിക്കുന്നുണ്ട് ഷംനി ഇവിടെ കളിയാണുണ്ട് അടിക്കുന്നുണ്ട് ഇത് വരണ്ടേ എനിക്ക് ഇത്രയൊക്കെ ഉള്ളൂ നിങ്ങളെ വർത്താനാണ് കളിക്കാതെ ആ മര്യാദ കളിക്കേ വർത്താനം പിന്നെ അതൊക്കെ അറ്റംപ്റ്റ് ചെയ്യണ ഞാൻ ഒന്നും കാണുന്നില്ല എന്ത് ബോളാ കൊടുത്തേ അതെന്താ പറയാ നിങ്ങളെന്താ അവിടെ മിസ്സാക്കണതിന് കുഴപ്പമില്ല ഞാൻ അവിടെ റൺ ചെയ്ത് കാണിക്കുന്നുണ്ട് അതൊന്നും കാണൂല ഇതാ ഞാൻ തന്നെ കൂടുതൽ നോക്കിയാ ഇത് തന്നെ ഞാൻ തന്നെ കൂടുതലുള്ളു കളി ഞാൻ തന്നെ കൂടുതൽ
ചന്തിയാണ് ഇവിടെ എനിക്ക് 800, നിങ്ങൾക്ക് 600, 500 ഒക്കെ ഉള്ളു. എനിക്കും ഉണ്ടത്. ഇനി ഒരു മാറ്റങ്ങൾ വരട്ടെ. ഫൗളൊക്കെ ആയിട്ടാണ്. ചിരട്ട ഒന്ന് ഇട്ടിന് കനൽ കോരി മേലക്കിട്ട്. ഒരു മാറ്റം പെടുത്താല്ലാതെ ഞാൻ കത്തിയിലൊന്നുമില്ല. ഇല്ലടാ ഈ ഓട്ട ഉണ്ടെങ്കിലേ ഇതുള്ളൂ. കണ്ണിക്കാവും. ആരടാ ഉള്ളത്? പിന്നെ എങ്ങോട്ടാ പോവാ? ആരും സപ്പോർട്ടെങ്കിലും പോവാ. അവിടെ തന്നെ ഉണ്ടല്ലോടാ. അതാണ് ഇപ്പുറം ഓടുന്നു. പവർ ആരുതോലെ കുടുങ്ങിയല്ലോ. അനക്കാണ് ഹാങ് കുടിക്കാൻ മണ്ട. പോയി എങ്ങോട്ട് പോയി? ഡിസ്കൗണ്ട് ആയാ? കുണ്ട പോയിക്കോ. അടിച്ചോ? അടിച്ചുറക്കിയില്ലേ? എത്ര മിനിറ്റ്? 81 മിനിറ്റ്. ഞങ്ങൾ ടീം വേണ്ടോ കംബാക്ക്. പിന്നെ മാനേജർ നമുക്കേ സോറി ബ്രോ, മാനേജറെ പ്രാക്ടീസ് ഇനിയിപ്പോ ജയിച്ചാന്ന് സാലിക്കേ വേണ്ട സഹായത്തോടെ ജയിച്ചു എന്ന് പറയും. എന്നാ പിന്നെ നിർത്തി അടുത്ത കളി തുടങ്ങി. ഇതിപ്പോ തെറ്റാന്ന് പറയാൻ പറ്റുമോ? ഞങ്ങളിപ്പോ തോറ്റു തരണോ? വെച്ചിട്ട് അത് 10 ആളെ വെച്ചിട്ടാ ഗോൾ അടിച്ചോ. ആ ഞാനൊന്നല്ലത്. പൂച്ച നല്ല മണക്കുണ്ട്. പുലി വരും പറഞ്ഞിട്ട് പൂച്ച വന്നത്. അതുവരെ വർഗല്ലേ. അതാ എന്റെ ഒപ്പം ഞാനെന്താ വരുമ്പോ കട്ടാക്കിട്ട് പിന്നെ വിളിക്കാം. ഞാൻ ഡുനോട്ടിലുള്ളത്. കോള് വരുമ്പോ അങ്ങനെ പോകും, റേഞ്ച് പോകും. എയർടെല്ലടാ, എയർടെല്ല റേഞ്ച് കിട്ടൂല. എന്തേ മാനേജറെ പറയില്ലേ? ശാപം ഈ നാടി ശാപമോ? വലിയ സ്ക്രീൻ കിട്ടി. കുടുങ്ങി എടാ ക്ലിയർ ചെയ്യടാ കുഞ്ഞുട്ടാ. ഓ ഇപ്പൊ ഞങ്ങൾ എന്താ ചെയ്യാ? ഏതിപ്പോ തോക്കാനും പറ്റൂല.
തോക്കാൻ പറ്റില്ല, ജയിക്കാനും പറ്റില്ല. സമയ ഗോളടിച്ച സമയമാണേ നോക്കോ. 90+4 എങ്ങനെ ഫസലെ കേട്ടില്ല ഉറക്കനെ സത്തമാ. പിന്നിട്ടാ എന്താ ഞങ്ങൾ ജയിച്ചിനി. ഒന്നും പറയില്ല. എന്റെ ഗോളടി സെലിബ്രേഷൻ ഒറ്റ ഗോൾ നമ്മൾ സെലിബ്രേഷൻ ഇട്ടിട്ടില്ലല്ലോ. ഞങ്ങളെ മാന്യം ഞങ്ങൾ ഇട്ടിട്ടില്ല. എന്താ സെലിബ്രേഷൻ ഇട്ടു. റൗണ്ട് ഓഫ് 3 അല്ലേ? ടെൻഷൻ ആവല്ലേ? ഞങ്ങളെ തോപ്പിച്ചു. തോപ്പിച്ചു. ഈ സമൂഹത്തിന്റെ ഭീഷണിയോ? 3 ഗോൾ കമ്പാക്ക്. ഈ മണ്ടനാ മെസ്സിനെ കൊണ്ടില്ലേ അടി കേള ചെയ്താ ഒരു മുട്ടാടി അടിച്ചില്ലേ? അത് മെസ്സി അല്ല, ഞാൻ എംബാപ്പേനെ ഗോള് കേളാണ്. അല്ലടാ ഈ ഡേഡുയാണ്. ഞാൻ അത്രക്ക് ഷുവർ ആക്കിയ ബോളാണ്, ഗോളാണ്. ഗോളായില്ല. കൊടുക്ക, എല്ലാരും റെഡി. കൊടുക്കടാ, കൊടുക്ക്. കളി തോറ്റ മുണ്ടാണ്ടിരുന്നോട്ടോ ഇനി? ഇല്ല. എന്താ അപ്പൊ മനു ഉണ്ടില്ലേ 2 തോറ്റിട്ട്? അത് ശരി. ഞങ്ങളെ മാനേജർ ഞങ്ങൾക്ക് പറഞ്ഞൊക്കെ ഞങ്ങള് കേട്ടു. ഞങ്ങളെ മാനേജർ ഞങ്ങളും കേട്ട്. എവിടെ ഞാൻ മുണ്ടാണ്ടിക്കാൻ പറഞ്ഞിട്ട്? അതല്ലേ ഒന്നും പറയാത്തോണ്ടല്ലേ മുണ്ടാണ്ടിക്ക് പറഞ്ഞു നിങ്ങളോട്. അതില് കാര്യമില്ല, ടാറ്റിക്സ് ആണ്. കൊടുക്ക്. കൊടുക്കടാ, കൊടുക്ക്. ആരെ കൊടുക്കാതെ മാറ്റങ്ങള് കളിച്ചോട്ടല്ലേ ഫസ്റ്റ്. അവിടെ ഞാൻ വേണ്ടി എത്തിയില്ല. അടിക്കടാ. അനക്ക് ബോൾ എടുത്ത് തന്നിക്ക് ഓഫ് സൈഡായി. അത് കുഞ്ഞോട്ടെ. ഞാൻ എന്നിട്ടും ബോൾ എടുത്തു കൊടുത്തു, പക്ഷെ അത് ഓഫ് സൈഡ് ആയിപ്പോയി. നിങ്ങളെന്താണ്? അത് ഓടാനല്ലേ ഡാഷി. എടുക്കടാ, അവരെത്ര ആൾ അറ്റാക്കിങ് പിന്നെ എന്റെ മന പൊട്ടി. എല്ലായിടത്തും ഞാൻ വന്ന് അറ്റാക്ക് ചെയ്തിക്ക്. എല്ലായിടത്തും ഞാൻ വന്ന് അറ്റാക്ക് ചെയ്ത്. ഞാൻ കീപ്പർ വലിച്ചോടുന്നില്ല, ഗോളായിനിപ്പോ. എന്നിട്ട് പിന്നെ ഗോളായി. ആരും ഇല്ലാന്നോണ്ടാ ഞാൻ കീപ്പറെ വലിച്ചോണ്ടെന്ന്. ഇതാരാ? ഷാലിക്കാണ്. ഷാലിക്കിന്റെ സെറ്റിങ്സ് ഇന്ന് കഴിയോ? എനിക്ക് കളിച്ചാൽ ഷാലിക്ക് കളിയില്ല ഫോൺ അറിയപ്പോ. അത് ശരിയല്ലേ, ഞാൻ ആലോചിച്ചില്ല. ഷാലിക്കല്ലേ വെറുതെ നമ്മളില്ല. മൂന്നാളെ തേക്കണല്ലോ. മൂന്നാളെ തേക്കണ്ടേ? ആള് പറയണ്ടല്ലേ, ശമ്പീനിട്ടാലിന്. ഇതിപ്പോ എന്താ കഥ? ആളെ മാറ്റിയോന് ഇതൊക്കെ അതിന് വരട്ടോ. അതെ വേലൊന്ന് വലിക്കോ? സമയം എത്രയാ നോക്ക്. ബോള് 40, 50, 60, 20 ആയി. ഒരു 2 മിനിറ്റ് കൂടി നോക്കാം. ഒരു 30 ആവട്ടെ വരെ കളിയില്. ഞാൻ അടിച്ച് അറിയില്ല പേര്. അത് അങ്ങനെ കേക്കാൻ പാടില്ല. മറ്റേ സ്ക്വീനിയാ
അതെങ്കിലും അടി. എന്താ പേടിക്കണേ? കാലൊക്കെ പോയി ഇവിടെ കണൽക്കൊണ്ട് പോക്കപ്പാടെ എമ്മാതി പേടിയാ. കുഞ്ഞൂട്ടാ 5-ൽ കുറഞ്ഞതൊന്നും പ്രതീക്ഷിക്കുന്നില്ല. തിരിച്ചും കൊടുക്കട്ടോ. ഇതേ കളി ഞാൻ അങ്ങനെ ത്രൂട്ട് തരും. ഈ അടിച്ചാൽ മതി. അതെ അതെ ഇതൊക്കെ എടുക്കുന്നുണ്ട്. അണിയാ തിരിക്കാലേ സാധനമായോ? കോർണർ ഏടാ ഇപ്പറ പാസ് കൊടുത്തതിനെ കറക്റ്റ് ചെയ്യണു. അതെ സിമ്പിൾ ആയിട്ടില്ലേ? ബേക്ക് കളിക്കാൻ ആരില്ല. കുത്തിക്കോ. ഗോള് അല്ല. അടിച്ചോ. എന്തിനാടാ വെറുപ്പിച്ച് കളിച്ചേ? അവിടുന്ന് മാറ്റിട്ടെങ്കിലും ക്ലിയർ എങ്കിലും അടിച്ചൂടെ? എന്ത് സിമ്പിളായിട്ട് കളഞ്ഞു. അയ്യേ കറക്റ്റ് ബോളേനു സുഖമായിട്ട് ക്ലിയർ ചെയ്യാ. അല്ല സ്കില്ലിടെ തിരിയാനെങ്കിലും പറ്റൂന്. 2-2 ഇനി പൊട്ടി. ബേക്കന അവിടെ ആരുമില്ല. അത് ഓഫടാ. സൂപ്പർ ഓഫ്. അത് ബേക്കാരുമില്ല. ഞങ്ങളെ നിന്ന് എന്നിട്ടും ഓഫ്. കുഞ്ഞുട്ടാ പാസ് തന്നിക്ക്. ഞാൻ എനിക്ക് പാസ് തന്ന പോകണം. ആര് ഇന്നാനല്ല അത്. അല്ല അവിടുത്തെ ഒന്നും പറയാനില്ല. ഒന്നുകൂടെ ഇടറാ. അത് ഞാനല്ല. ത്രോക്ക് പോണ്ടോ? കുഞ്ഞോട്ടാ തൂക്കിക്കോ. കളിക്കാ 2-2 ഒന്ന് ഇങ്ങോട്ടോ. ഇങ്ങോട്ടാ വലിയ വ്യത്യാസമൊന്നുമില്ല. ഇങ്ങളൊക്കെ ഡബിള് പോയിന്റ് എടുക്കണല്ലോ നായകളെ. തോൽവി ഉണ്ടാവും. അടുത്ത കളി സെറ്റാക്കണം. ഞങ്ങളെ ടീമിന് ഞാൻ പറഞ്ഞു ഈ അതാ മറിച്ചിടേണ്ട ആവശ്യമില്ല. അതില് 2 സൈഡും അരമണിക്കൂർ ആക്കി. ഒരു സൈഡ് അതല്ല ഡെഡ്ലി കോമ്പോ ഞങ്ങൾ ഇന്ന് പൊളിക്കും. അതോന് മനസ്സിലായി. തോൽവി ഉറപ്പായ ഫസല് മനുവേ കളി തുടങ്ങുമ്പോൾ പറഞ്ഞു ഞാൻ സിം ഓഫ് ആക്കാൻ പോയതാന്ന്. അപ്പൊ നോട്ടിസ്റ്റോണിൽ ഓണാക്കിയാ പോരെ. അത് കാര്യമില്ല. അത് ഫസൽ ആ ഓണാക്കിയത് എന്നിട്ട് അതന്നെയല്ലേ ഞാനും പറഞ്ഞു സിം ഓഫ് ആക്കാൻ പോയത്. എന്റെ ജിയോല ചേട്ടൻ വണ്ടിയിലുണ്ടാവില്ല. 4 അങ്ങനെ വലിക്കലില്ല. അല്ലല്ലോ അനക്ക് തോറ്റാ പിന്നെ ദേശീയ എനിക്കല്ലേ ഞാൻ കലിപ്പനായി. ഞാൻ തെറ്റിപ്പോയല്ലോ. ഭാഗ്യല്ലേടാ. നാളെ പിടിക്കാം.
ഒരു ഇതുമില്ല. ഇവൻ നാളെ പിടിക്കാൻ തുടങ്ങിയിട്ട് കൊറേ ആയി. പക്ഷെ ഇവരെ ഒരു മാസൊക്കെ വെച്ചൊക്കെ പോയി നമ്മള് തോപ്പിക്കില്ല അവര്. ഒരു മാസൊക്കെ വേണ്ടി വരും. ഈ 8ാമത്തെ ലീഡിന്ന് പൊട്ടിച്ച് ഞങ്ങള് ചിലക്കുന്നത് ആ വീട്. സീസൺ 2 വരും. സീസൺ 2 ഞങ്ങള് വരും. 8ാമത്തെ ലീഡിന്ന് ഇവിടെ ആരും പൊട്ടിക്കല. ഒരു കളിയല്ലേ ലീഡ് ഉള്ളു നിങ്ങള്. അത് പിന്നെ ലീഡ് അതന്നെ കളി. അതാ ഫൈനല്. ഫൈനലിൽ ജയിച്ചിട്ടുണ്ട്. അത് നമ്മൾ അങ്ങനെ വെച്ചോണ്ടാ. ശരിക്കും അതിനും കൂടുതൽ കളി ഉണ്ടായിരുന്നില്ല അവന് ബാക്കി. എന്റെ ഫോണും എന്റെ ഇതും അങ്ങനൊക്കെ പറയുകയാണെങ്കിൽ അത് അന്ന് രാത്രി വെച്ച തീരുമാനം. നമ്മളൊറ്റക്ക് പറഞ്ഞിട്ടല്ല കളി വെച്ചേ, എല്ലാരും കൂടി ഒരുമിച്ച് തീരുമാനിച്ചല്ലോ. ഒരു കളിന്റെ കാര്യം ഞങ്ങള് പറഞ്ഞേ. തോറ്റില്ലേ? തോറ്റി ഫസലിന് പേടിയില്ലല്ലോ. നമുക്ക് പേടിയില്ലല്ലോ ചേട്ടാ. പേടില്ല, പക്ഷെ 4 ഗോളിന് തോറ്റു. അത് നോക്കും. കളിയാകുമ്പോൾ ജയം തോൽവിയൊക്കെ ഉണ്ടാവും. കുഞ്ഞുട്ടാ ഇത് മറ്റോനെ മാതിരി വലിയ ചലിയും ചലിച്ചൊന്നും നിങ്ങൾ കാണിച്ചു തരണ തെണ്ടികളെ. ഞങ്ങളൊന്നും തോക്കുന്നതാണ് കളിക്കാൻ പറ്റും. ഇവര് അതല്ല ചിഞ്ചുട്ടാ, ജയിച്ചിക്കാണ് ഇവരൊരു ഗോളിന്. അപ്പോഴും അടി. ഇതിപ്പോ അടി ഉണ്ടാക്കാൻ സ്വാതന്ത്ര്യമില്ലേ? അല്ല എനിക്ക് അറിയണ്ട വരാനുണ്ട്. വന്ന ഞങ്ങൾ എന്ത് ചെയ്യണം? ജയിക്കണോ തോക്കണോ? വന്നാൽ നിങ്ങൾ തോറ്റില്ലേ? അതിന് മുന്നേ ജയിച്ചപ്പോ നിങ്ങൾ എങ്ങനെ ജയിച്ചു? അന്ന് എങ്ങനെ ജയിച്ചു? എങ്ങനെ ജയിച്ചു? ഇപ്പൊ ഞങ്ങൾ തോറ്റ് ജയിച്ചു. എന്തൊക്കെയാണ് ജയിച്ചു തോറ്റു. എപ്പോഴും വരുന്നത് ആരുടെ ടീമിലാ? അതെന്താ കാരണം? അതും പോട്ടെ, ഇനി പോട്ടെ. വന്നിട്ട് ഇവരെ തോക്കാന്നല്ല ഈ ഫീൽഡ് വിടണം. ജയിച്ചപ്പോ ഞങ്ങൾ എന്താ ചെയ്യാ? ജയിച്ചപ്പോ എന്താ ജയിച്ചു? ടീമിന് മാത്രം ഇങ്ങനെ വരുന്നത് നിർത്തി പോവല്ലേ? ഫസ്റ്റ് ആരാ നിർത്തി പോയ കളിയില്? ചാലിക്കല്ലേ? ഇന്നോ ചാലിക്കിന്റെ ചാർജ് കഴിഞ്ഞിട്ട് ഫസ്റ്റ് കളി കംപ്ലീറ്റ് ആക്കിട്ടോ നിർത്തി. പക്ഷെ ചിലവരെ മാതിരി ഇടയിൽ പോയില്ല. ഇടയിൽ തന്നെ ചാലിക്ക് പോയേ. ഈ കളിയോ? ഇക്കളിയല്ല, അതിന് മുന്നത്തെ കളിയോ? അല്ല അന്നത്തെ അന്ന് ചാർജ് ചെയ്തിട്ട് പോയതാണത്. ചാർജ് ആണ് 80-ാം മിനിറ്റ് ഡിസ്കണക്ട് ചെയ്താണ്. ഈ നിർത്തിപ്പോയതല്ല, ഡിസ്കണക്ട് ആയി പോയത് ഈ ഹാങ് ആയിട്ട്. അതന്നെ ഇപ്പൊ ബസ്സിലെ കോള് വന്ന് ഡിസ്കണക്ട് കൊണ്ടനായ മതി. ഞങ്ങള് അതിന് ഇതാക്കണ്ട് പണിഷ്മെന്റ് തെറ്റ് തെറ്റ്. അല്ല രണ്ട് ഓൾമോസ്റ്റ് പുറത്തൊക്കെ കളി 2 ഗോളടിച്ച അടിച്ചാ മതി. ഞാൻ ഇങ്ങനെ ത്രൂ ഞാനൊക്കെ കേട്ടു. ഇവ 5 വാണെന്നറിയില്ലേ? ഞാൻ വീഡിയോ പറഞ്ഞിട്ട് നോക്കി നോക്ക്. നമ്മൾ 5 വാങ്ങല്ലേ പറഞ്ഞു ഉണ്ടെങ്കിലേ. ഓ എന്നെ ആനന്ദം കരടിക്ക് കുഞ്ഞുട്ട്. എടാ ഇത് നിങ്ങള് കേട്ടില്ലല്ലോ ഫസല് പറഞ്ഞത്. 5 അടിക്കണം. ഞാൻ ഇങ്ങനെ ത്രൂ തരാ, ഇങ്ങനെ അടിച്ചാ മതി. ഞാൻ കേൾക്കില്ലല്ലോ. പറഞ്ഞില്ല കുഞ്ഞുട്ടോന് ഉണ്ടാതിരിക്കാന്നിട്ട് ഓങ്ങ ഈ അടിച്ചാ മതി. ആ ത്രൂ തരാ എന്താ കാട്ടിന് കളിയാണ് കളി തുടങ്ങിയല്ലോ. ഡെഡ്ലി കോമ്പോ 12 രൂപ. ഡെഡ്ലി കോമ്പന്റെ ഇതിലെ മാച്ച് നാളെ. നാളേക്ക് വെള്ളിക്കളമേ. എന്നോടെല്ലാവരും അല്ല ഞാനല്ല. നിങ്ങളെ ഡൽഹി കോമ്പോ ഉണ്ടല്ലോ, നിങ്ങൾ അങ്ങനെ കളിച്ചോളി. കുഞ്ഞുട്ടിയാണ് ഡെഡ്ലി കോമ്പോനെ അടിച്ചു തരണം. അതാണ് ആഗ്രഹം. അടിച്ചിട്ടാലും എനിക്ക് എന്തെങ്കിലും വരണ്ടോ?
അടിച്ചിട്ട് എന്തേലും കാരണം അടിച്ചിട്ട് വേറെ ഒന്നും ഏയ് വരുമ്പോ എന്താ കേറുന്ന കളി ഇറങ്ങി ഓക്കെ. വരാതൊക്കെയുള്ള സെറ്റപ്പ് അതിപ്പോ ഞാൻ ഇന്റെ നില പോയിട്ടില്ല. അതാ എന്റെ ടീമേറ്റ്സിനോട് പറയേ. എടാ ഞാൻ 100 അങ്ങനെ പാടില്ല. ഇന്റെ കോൾ എന്നാലും നിക്കൂല, ഉറപ്പാണ്. മസാല കുടിച്ചിട്ടില്ല എന്നാണ് എന്റെ ഒരു ഇവിടുന്നുള്ളടാ സിറ്റി ചൂട് കുറവുണ്ട്, അത് കുഴപ്പമില്ല. മസാല അല്ല ഇത് എന്തൊക്കെയാണെന്ന് പറയണേ? എന്ത് വരുന്നുണ്ട്, എന്ത് വരുന്നല്ലേ ഉള്ളൂ. അല്ല ഈ സൈഡ് വേഗത്തുള്ള ഞാൻ അടുത്ത ഭാഗം എന്തൊക്കെ അത് ചൂടായിട്ട് തോന്നടാ. ഹെവി ചൂടാ, ഈ വലിയ പീസ് അത് മാത്രം ഹെവി ചൂടാ. കാഞ്ചി ഫോയിൽ എടുക്ക്. ആ പിന്നെ ഇത് ഉപ്പ് കുറവാടാ. വെന്തോ? ഓ കയ്യൊക്കെ ചൂടാ. ഓയിലായിട്ടൊക്കെ പൊട്ടിക്കണ്. അതായത് മസാല പിടിച്ചിട്ടല്ലടാ, ഉപ്പില്ലാരും തോന്നാണേ. ഉപ്പുണ്ടേ ബാലൻസ് ആയി. വെന്തിട്ടില്ലടാ. എന്തൊക്കെയാണേ ചൂടായിട്ട് തൊള്ളക്ക് ഇട്ടിട്ട് ഉമ്മായി ചൂടെടുത്ത കാര്യം തിന്നു. കിട്ടോ അതിനെടുക്കണോക്കെ അനക്ക് പറയണ്ട. അതൊരുമാതിരി ചതിയായിപ്പോയി. ഓ മണി സീ എങ്ങനെ സാധിക്കും? സ്മോക്കിംഗ് ഓഫർ. എടാ ഉപ്പ് സെപ്പറേറ്റ് എടുത്തിനെങ്കിലും സെറ്റ് ആയിരുന്നു. നോക്കിയാ മസാലക്ക് എത്തിയോ? ചിക്കനായപ്പോ കുറച്ച് കുറഞ്ഞു. എന്നല്ലേ ജ്യൂസ് പറഞ്ഞു. ടേസ്റ്റ് നോക്കി മസാലേന്റെ നോക്കിയില്ല. ഞാൻ പറഞ്ഞ ഉപ്പില്ലാതെ എല്ലാരും ഒരേപോലെ പറഞ്ഞിട്ടും എന്തുകൊണ്ട് വേവാത്ത ശാലിക്കൊക്കെ വലിയ എടുത്ത് തിന്നണേ. എന്താ പറ്റിയോ? ഗോളടിച്ചോടാ, ഗോളടിച്ചോ. ഗോളടിക്കട്ടോ. ഓ 3 കണ്ണൊക്കെ തെച്ചു. സെന്ററിലെ മഞ്ഞ ഫസല വേണ്ട. ഫസലിന് പ്ലേറ്റ് കിട്ടിയില്ലേ? നന്നായി ഇട്ടോ. സൈഡിലെത്തി എത്തി. ഫോണൊക്കെ അതാ റീഡ് മണി മണിയിലെത്തിക്കെടുത്ത്. അതല്ല നമ്മളെ ട്രിക്ക്. പൊറോട്ട എടുത്തില്ല. പൊറോട്ട ഓരോരോ അവിടെ ആ അതിന്റെ ഉള്ളിൽ കനാലിന്റെ ഉള്ളിൽ കയറി കരിയരുത് എന്നുള്ള ഒറ്റ ഒരു. അതെ നല്ല വൃത്തിക്ക് എന്തായാലും പൊതിഞ്ഞു. പൊട്ടിക്കട്ടെ ഞങ്ങളെ കുറ്റം പറയും. ശക്തിയോടെ പിടിക്കുകയാണ്. ഇത് പുറത്തേക്ക് പോയാ ഇതിന്റെ എല്ലാം പോയി. ഇപ്പൊ തന്നെ പോയി. ഫോയിൽ പേപ്പർ വെച്ച് പിടി.
അടുത്തിട്ട് പൊക്കിയിട്ട് തീക്കിട്ടാ. ചിക്കലാവുന്നുണ്ടോ? ആ പീസിനൊരു കുറവില്ല. വിഷയം ഓ ജ്യൂസ് എനിക്ക് കിട്ടിയ ജ്യൂസ് പൊറോട്ട രണ്ട് പൊറോട്ട ചിലപ്പോ നൈസായിട്ട് അടിയിൽ സ്റ്റീൽ വെച്ചില്ലേ. ആരും എടുക്കണില്ല. ഇത് എന്തിനാ വെറുതെ കളയണേന്ന് വിചാരിച്ചു. കയ്യിന്ന് പോയതോ ശാലിക്ക് കറി കൂട്ടിയാ മതി ചിഞ്ചു. ആ അടി പിടിച്ചിട്ട് നമ്മള് കറി വാങ്ങിയില്ലേ. കറി പൊട്ടിക്കുമ്പോ നോക്കണേ. വേറെ 2 പ്ലേറ്റ് ഉണ്ട് അവിടെ. വ്ളോഗൊക്കെ ഒഴിവാക്കുന്നുണ്ട്. ഓ മഞ്ഞ് 2 പ്ലേറ്റ് എടുത്തു. ഞാൻ വരുമ്പോ ഇത്തിരി ഓട്ടാക്കിയിട്ട് എങ്ങനെ ഉണ്ടാവും? അമ്മായി റബ്ബർ മുപ്പിലിട്ട് നല്ല വലിയ പീസല്ലേ? ഓ ഇതിങ്ങനെ കീന്നേ ഉണ്ടാവുള്ളൂ. ഇതാണോ ടെക്സ്ചർ ഇങ്ങനെ തോണ്ടിയെടുക്കണേ? വേണ്ട ഈ കുറച്ച് എണ്ണയാടാ. മോൾക്കൂടെ ചോദിച്ചോ. കുലിക്കാള് മോൾക്ക് അവിടെ കൂടെ പോവും, ഓട്ടയിൽ കൂടെ പോവും. ചാലിന് ഉപ്പില്ല. എല്ലാവരും തിന്നിട്ട് കാണാം കേട്ടോ. ഇനി വ്ളോഗൊന്നുമില്ല. ഓ പരിപാടി കഴിഞ്ഞതായി അറിയിച്ചു അല്ലേ? വെള്ളം ഒഴിച്ചു. ഓ ഷാർവിയെ സാറ്റിസ്ഫാക്ഷൻ കിട്ടുന്നുണ്ടാവും അല്ലേ? കുഞ്ഞിട്ടോ അവിടെ എന്നിട്ട് എന്താടാ ഒക്കറ്റായിട്ട് സാറ്റിസ്ഫാക്ഷന്റെ ലെവലേ ആ സൗണ്ട് കേൾക്കുമ്പോണ്ടല്ലോ തെറിപ്പിച്ച് എല്ലായിടത്തും. ഇത്ര നേരത്തെ പ്രശ്നം അത് ചൂടുണ്ടാവും. 1 മണിക്ക് 10 മിനിറ്റ് ഉണ്ട്. അപ്പൊ ഓക്കെ ഗായ്സ്.